ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഒരുപോലെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ല പഞ്ഞി ദോശ വീഡിയോ ആണ്. ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഉഴുന്നൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ദോശയെല്ലാം തയ്യാറാക്കാനായിട്ട് ഉഴുന്നില്ലാത്ത വീട്ടമ്മമാർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ എല്ലാവരും കഴിക്കുകയും അതും വളരെ പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പരാതിയാണ് ദോശക്കല്ലിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുവെന്ന്. ഇതേ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു തരി പോലും കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ദോശ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ല പഞ്ഞി ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദോശ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് ഇഡ്ഡലി റൈസ് എടുക്കുന്നത്. നിങ്ങളുടെ കൈവശം ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ സാധാരണ പച്ചരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അരിയെ ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർക്കാം. ഉലുവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരിയെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരിയെ നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം ചോറില്ലെങ്കിൽ വെളുത്ത അവല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് അളവിൽ നല്ല കട്ട തൈരാണ്. നമ്മുടെ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം. ഞാനിവിടെ രാവിലെ 10 മണിക്കാണ് കേട്ടോ അരിയെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വൈകിട്ടാണ് ഇതിനെ ഒന്ന് അരച്ചെടുക്കാനും പോകുന്നത്. നമ്മൾ ഈ അരിയിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈര് മാത്രമാണ് വേണ്ടത്. ഇനി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. അരി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. അരിയെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തൈരെല്ലാം കുടിച്ച് വീർത്തിരിക്കുന്ന അരിയെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ ഈ ദോശയിലേക്ക് ഉഴുന്ന് ചേർത്തിട്ടില്ല. അതാണ് കേട്ടോ ഈ ഒരു ദോശയുടെ പ്രത്യേകതയും. ഇനിയിപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിനെ അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പുളിപ്പിക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ രാവിലെയാണ് ദോശ തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നല്ലവണ്ണം മാവ് പുളിച്ച് വരട്ടെ. നമ്മുടെ മാവ് ഇതേ ഒരു പാകത്തിനാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മാവ് നല്ല കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട് മൂടി വയ്ക്കാം. മാവിനെ ഇവിടെ രാത്രി മുഴുവനും മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയായി. ഞാൻ ഈ മാവിനെ ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ദോശ തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയും കൂടെ കൊടുക്കാം. മാവിനെ കോരി ഒഴിച്ചപ്പോൾ തന്നെ നല്ല പോലെ തന്നെ ഹോൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു വശം പാകമായി കഴിഞ്ഞാൽ നമുക്കിതിനെ മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞു പാകമായി കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നെയ്യൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ദോശയെ തയ്യാറാക്കുന്നത്. ദോശയിൽ നെയ്യ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് ഓരോ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ദോശയെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. അതുപോലെ ഇനി ഉഴുന്നൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ആരും ദോശയൊന്നും തയ്യാറാക്കാതിരിക്കരുത്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ദോശയെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതുമാണ്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നുപോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.